ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ ഓണാഘോഷ പരിപാടിയിലേക്ക് കടന്നു. വലിയും ഓണപ്പൊട്ടനും കുട്ടികളെ വരവേറ്റു. ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങി. അത് തിരുവാതിരയാണ്. കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് മാത്രമേ മക്കൾക്ക് കിട്ടിയിരുന്നുള്ളൂ. ഒരു വേഗം അത് പഠിച്ചെടുത്തു. അതിനുശേഷം ഇത് LKGയിലെ പുലിക്കളിയാണ്. ഇതും അതുപോലെ തന്നെ കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് മാത്രം. എന്നാലും ആ താളത്തിനൊത്ത് കുഞ്ഞുങ്ങൾ ചുവട് വെച്ചു. അത് കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. ചെണ്ടയുടെ താളത്തിനൊപ്പം അവരുടെ ചുവടുകൾ നീങ്ങിയിരുന്നു. അതായിരുന്നു ഏറ്റവും ഹൈലൈറ്റ്. പുലിക്കളി പോലെ കുലുക്കുന്നതും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതേപോലെ തന്നെ ഇവരുടെ ചുവടിനൊപ്പം മറ്റ് ടീച്ചേഴ്സും അറിയാതെ ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളും നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കളർഫുള്ളായ പ്രോഗ്രാമായിരുന്നു. നെക്സ്റ്റ് ടീച്ചേഴ്സിൻ്റെ ഒരു കോമഡിയൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു അടിപൊളി ഡാൻസ് ആയിരുന്നു. നല്ല എനർജറ്റിക്, നല്ല വൈബിൽ അവരത് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിൻ്റെ പേരൊക്കെ എടുത്ത് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ആ ടീച്ചറാ നന്നായി, ഈ ടീച്ചർ നന്നായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാ ടീച്ചേഴ്സും ഓരോരോ പരിപാടിയിൽ ഇൻക്ലൂഡായിരുന്നു. അടുത്തതായി തിരുവാതിരയായിരുന്നു. ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഈ തിരുവാതിര കളിക്കാൻ. ഓരോ വർഷവും ഞങ്ങൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു തിരുവാതിരയിൽ. ഈ പ്രാവശ്യം കണ്ടോ കോല് കൊണ്ടായിരുന്നു. വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തിരുവാതിരയായിരുന്നു. നല്ല ഭംഗിയിൽ അവർ ചെയ്തിരുന്നു. ഈ പുലിക്കളിയിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അവരും നല്ല എനർജറ്റിക്കായിട്ട് ചുവട് വെച്ചു. ഒപ്പത്തിനൊപ്പം മറ്റു കുട്ടികളും കൂടെ ചേർന്നു. സിനിമാറ്റിക്കും നാടനും ഒക്കെ മിക്സ് ആയിട്ടുള്ള മറ്റൊരു ഡാൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഗ്രീറ്റിംഗ് കാർഡ് ഒരുക്കിയതായിരുന്നു. ഈ വർഷം ഒരു വെറൈറ്റി ആയിട്ടായിരുന്നു ഞങ്ങൾ കുട്ടികൾക്ക് ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കി കൊടുത്തത്. മുന്നേ പ്ലാൻ ചെയ്തതാണ്. അതിനുശേഷം ഓണം സെലിബ്രേഷൻ്റെ അന്ന് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തു. ഓണപ്പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സും കുട്ടികളും ചേർന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ലോണം എൻജോയ് ചെയ്തു. അപ്പോൾ